ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ പ്രസാദ ഊട്ടിനുള്ള കലവറ ഒരുങ്ങി. 10 ദിവസങ്ങളിലായി നടക്കുന്ന പ്രസാദ ഊട്ടിൽ ലക്ഷങ്ങളാണ് പങ്കാളികളാവുക. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനെത്തുന്ന 10,000-കണക്കിന് ഭക്തർക്ക് പ്രസാദ ഊട്ട് തയ്യാറാക്കാനുള്ള അരിയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കലവറയിലെത്തി. ക്ഷേത്രത്തിന് പുറത്ത് പടിഞ്ഞാറു ഭാഗത്താണ് കലവറ തയ്യാറാക്കിയിട്ടുള്ളത്. 100-കണക്കിന് കിൻഡൽ അരി, മുതിര, വെളിച്ചെണ്ണ, 11,000 കിലോ മത്തൻ, എളവൻ തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ കലവറയിലെത്തിയിട്ടുള്ളത്. പ്രസാദ ഊട്ടിനും പകർച്ചയ്ക്കും മുന്തിയ ഇനം പൊന്നി, മട്ട, കുറുവ ഇനം അരിയാണ് ഉപയോഗിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 9 മുതലാണ് പ്രസാദ ഊട്ടും പകർച്ചയും ആരംഭിക്കുക. രാവിലെ കഞ്ഞി, മുതിര, പുഴുക്ക്, പപ്പടം എന്നിവയും ഉച്ചയ്ക്ക് ചോറ്, കാളൻ, ഓലൻ, ഉപ്പിലിട്ടത്, പപ്പടം എന്നീ വിഭവങ്ങളടങ്ങിയ സദ്യയും നൽകും. ക്ഷേത്രത്തിന് തെക്കുഭാഗത്ത് പ്രസാദ ഊട്ട് കഴിക്കുന്നതിന് 20,000 ചതുരശ്ര അടിയിൽ മനോഹരമായ പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 1,200ഓളം പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ദിവസവും 1,00,000-ഓളം പേരെങ്കിലും പ്രസാദ ഊട്ടിനെത്തും. ഇതുകൂടാതെ 100-കണക്കിന് കുടുംബങ്ങൾക്ക് പകർച്ചയും നൽകും. ക്ഷേത്രവുമായി ബന്ധമുള്ളവർക്ക് കാർഡ് പ്രകാരമാണ് പകർച്ച നൽകുന്നത്. 10 ദിവസങ്ങളിലായി 3 ലക്ഷത്തോളം പേർ പ്രസാദ ഊട്ടിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ പറഞ്ഞു. CCTV ന്യൂസ്, ഗുരുവായൂർ.